മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന സത്യം തിരിച്ചറിയുന്ന കരുണയാവട്ടെ തനിക്കും ഒരു കുഞ്ഞിനെ വേണമെന്ന് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് കരുണയും ഉണ്ണിയും പോകുന്നു. അവിടെ വെച്ച് ആ സന്തോഷ വാർത്ത അറിയണം. ഇനി കരുണയ്ക്ക് യാതൊരു പ്രശ്നമില്ല അമ്മയാകാനെന്ന്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമ്മയാകാൻ സാധിക്കുമെന്നും. ഇത് കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും കരുണ പറയുന്നത് ഇനി താൻ കമലേശ്വരത്തിലേക്ക് ഇല്ല എന്നും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അന്ത്യം കുറിച്ചിട്ട് അങ്ങോട്ട് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയോട് കരുണാലയത്തിലേക്കാണ് കൊണ്ടാക്കാനായിട്ട് പറയുന്നത്. ഉണ്ണി അതുപോലെ തന്നെ ചെയ്യുന്നു. അവിടെ വന്ന് പ്രതാപനോടും മുത്തശ്ശിയോടുമായിട്ട് കരുണ പറയുന്നുണ്ട്, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, ഇപ്പോൾ മഹാലക്ഷ്മിയുടെ നിഴൽ മാത്രമാണ് ഞാൻ, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകുന്നതായിരിക്കും. അച്ഛനിപ്പോൾ എനിക്കൊന്നും നേടിത്തരാനായിട്ട് കഴിയുന്നില്ല. പണ്ട് മഹാലക്ഷ്മി എനിക്ക് താഴെയായിരുന്നു, ഇപ്പോൾ അവൾക്ക് താഴെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ജീവൻ ഒടുക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നും തൻ്റെ മകൾ ഇനി ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നും പ്രതാപൻ തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കണ്ണനാവട്ടെ സാഗറിനെയും മഞ്ജുവിനെയും 2 ദിവസം കൊണ്ട് നിർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. വാമദേവനുമായിട്ട് പ്രതാപൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തൻ്റെ ലോറി ഇനി പൊടി പിടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് അത് തട്ടിയെടുത്ത് ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും അതിനിടയിലാക്കണം. അവരും ആ കണ്ണൻ്റെ അച്ഛൻ പോയ സ്ഥലത്തേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ അത് തീരുമാനിക്കുകയാണ്. അയാളുടെ ലോറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് തിരിച്ചെത്തുന്ന പ്രതാപനാവട്ടെ കരുണയ്ക്ക് ആ വാക്ക് കൊടുക്കുകയാണ്. ലോറിയുമായിട്ട് വരുമ്പോൾ തന്നെ കരുണയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇനി മോൾ ഒരിക്കലും മരണത്തെക്കുറിച്ച് അച്ഛനോടും മുത്തശ്ശിയോടും സംസാരിക്കരുത്, ചിന്തിക്കുക പോലും വരുത്. ഇനി മഹാലക്ഷ്മിയെയും കണ്ണനെയും മുകളിലോട്ട് പറഞ്ഞു വിട്ടിട്ടേ അച്ഛന് വിശ്രമമുള്ളൂ. ഇനിയിപ്പോൾ ഏത് പ്രേതം വന്നാലും കുഴപ്പമില്ല. പിന്നെ അച്ഛനീ പറഞ്ഞ കാര്യങ്ങൾ മോള് കുറിച്ചിട്ടോ. എപ്പോഴത്തെയും പോലെയല്ല, പ്രതാപൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതൊരിക്കലും എനിക്ക് സഹിക്കില്ല. എനിക്ക് ഏറ്റവും വലുത് മോള് തന്നെയാണ്. ആ മോൾക്ക് വേണ്ടിയിട്ട് അച്ഛനെ ആരെയും പേടിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ കരുണയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് കയറി പോവുകയാണ്. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത്. അവളൊന്നും തന്നെ ആലോചിക്കുന്നില്ല. അത് രാവിലെ തന്നെ കമലേശ്വരത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുന്നു. അതിനു മുമ്പായിട്ട് കരുണ കുറച്ച് പദ്ധതികൾ കൂടി ഇടുന്നുണ്ട്. അതായത് മഹാലക്ഷ്മിയുമായിട്ട് യാതൊരു പ്രശ്നമില്ലെന്ന് വരുത്തി തീർക്കാനായിട്ട് ആദ്യം ചെല്ലുന്നത് ലേഖയുടെ വീട്ടിലേക്കാണ്. ലേഖയാണെങ്കിൽ കതവ് തുറക്കുന്നുണ്ട്. ആരാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. ആരാണെന്ന് ചോദിക്കുമ്പോൾ കരുണ തിരിഞ്ഞു നിൽക്കുന്നു. കരുണയെ കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും ലേഖയും ആകെ ഷോക്കാവുകയാണ്. ഇവളുടെ വരവിൻ്റെ ഉദ്ദേശം ഏകദേശം അവർക്ക് മനസ്സിലായെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ കരുണയെ അകത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കരുണ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. നീ ഇനി ഒരു അമ്മയാവാൻ പോവുകയാണ്. നിന്നെ ഒരിക്കലും ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചെയ്താൽ അതിനുള്ള അനന്തരഫലം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പഴയ ദേഷ്യങ്ങളൊന്നും വേണ്ട. ഞാനും നിന്നോട് ദേഷ്യത്തിലില്ല. പിന്നെ എനിക്കും ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഞാനും ഉണ്ണിയേട്ടനും കൺസൾട്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. അവിടെ വെച്ച് ഡോക്ടറും നല്ല പ്രതീക്ഷ തന്നു. ഇനി നീയും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങളെയൊന്നും പേടിച്ചിട്ട് നീ ഇവിടെ താമസിക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ഭർത്താവിനോടൊപ്പം സന്തോഷകരമായിട്ട് ആ വീട്ടിൽ തന്നെ താമസിച്ചോ. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും തന്നെ നിന്നെ ശല്യം ചെയ്യാനായിട്ട് വരില്ല. നിനക്ക് എന്നെ വിശ്വസിക്കാമെന്നൊക്കെ പറയുമ്പോൾ മഹിക്കാണെങ്കിൽ ആദ്യമൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അങ്ങനെ കുറച്ചങ്ങോട്ട് മാറി നിന്ന് കരുണയാണെങ്കിൽ കഴുകൻ്റെ ചിരിയാണ് ചിരിക്കുന്നത്. എന്തായാലും അവൾ പോയതിന് ശേഷം ലേഖ പറയുന്നുണ്ട്, ഈ പറഞ്ഞതൊന്നും തന്നെ വിശ്വസിക്കരുത് മഹി. എന്തോ വലിയ ചതി നിങ്ങൾക്കെതിരെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ കാലം കുറേ ആയില്ലേ ഇവരെയൊക്കെ ഞാൻ കാണുന്നു. അവളുടെ ചെറിയൊരു മാറ്റത്തിൽ പോലും എനിക്ക് അവളെ തിരിച്ചറിയാനായിട്ട് കഴിയും. ഇതിൽ വലിയൊരു ചതി തന്നെയുണ്ട്. പക്ഷേ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോകണം, കണ്ണേട്ടനെ വിളിച്ചു വരുത്തണം എന്നൊക്കെ മഹി തീരുമാനിക്കുന്നു. അങ്ങനെ തിരിച്ചെത്തുന്ന കരുണയാവട്ടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉണ്ണിയോടും അതുപോലെ ദുർഗയോടായിട്ട് പറയുകയാണ്. നല്ലവരായിട്ട് നടിച്ച് നമുക്കും അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ആ മഹാലക്ഷ്മി ഇങ്ങോട്ട് വരണം. എന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ലോറി കയറ്റിയിട്ട് ആർക്കും ഒരു സംശയവും തോന്നാതെ അവരെ കൊന്നു കളയണമെന്നൊക്കെ. ഇതൊക്കെ കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ശരിക്കും അതൊന്ന് എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാനാണ് തോന്നുന്നത്. അങ്ങനെ മഹാലക്ഷ്മി കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയും ചേർന്ന് ഒരുമിച്ച് കമ്പനിയിലേക്ക് അവിടെ നിന്നാണ് പോകുന്നത്. ഈ സമയം മുകളിൽ നിന്നും കരുണയും ഉണ്ണിയും ചേർന്ന് പറയുന്നുണ്ട്, ഇത് അവരുടെ അവസാനത്തെ പോക്കാണ്, പോട്ടെ, എല്ലാം നന്നായി എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അങ്ങനെ മഹിയാണെങ്കിൽ ആ കാഴ്ച കാണുകയാണ്. കണ്ണനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
മുകളിൽ നിന്നും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു അപകടം ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കണ്ണനാവട്ടെ ഡ്രൈവറോട് കുറച്ച് സൂക്ഷിക്കാനായിട്ട് പറയുന്നു. എന്തായാലും മഹിക്കും കണ്ണനും കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. പക്ഷെ തങ്ങൾക്കൊരു ആപത്തും സംഭവിക്കില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും നല്ല ഉറപ്പുണ്ട്. പിന്നീട് കരുണയും ഉണ്ണിയും ദുർഗയും ചേർന്ന് മഞ്ജുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. നീ ഇനി ഞങ്ങൾക്കൊപ്പം നിൽക്കണം, എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ കാര്യങ്ങളൊന്നും നീ മറന്നു പോകരുത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, അപ്പോഴേക്കും നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നീ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നീയും നിന്റെ ഭർത്താവിനെയും ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷേ കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലായ്മ ചെയ്യാൻ നീ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നിൽക്കില്ല. അങ്ങനെ വല്ല മോഹങ്ങളുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിയേക്ക്. ഞാനും സാഗരേട്ടനും ഇപ്പോൾ കണ്ണേട്ടനെയും ഏടത്തിയെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു, ആരുടെ ഭാഗത്താണ് നന്മ എന്നും ആരുടെ ഭാഗത്താണ് തിന്മ എന്നും. അതുകൊണ്ട് ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നിൽക്കേണ്ട. ആ സമയം കൊണ്ട് അവരെ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, അവർക്കൊന്നും സംഭവിക്കില്ല. ഇത് കേട്ട് ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചു കൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിളിയൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.